ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അബുദാബിയിലെ വളരെ പ്രശസ്തമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ്. UAEയിലെ ഏറ്റവും വലിയ പള്ളിയും കൂടിയാണിത്. 1994 കൺസ്ട്രക്ഷൻ ആരംഭിച്ച ഈ പള്ളിയുടെ ഉദ്ഘാടനം 2007 ഡിസംബറിലായിരുന്നു. UAEയുടെ സ്ഥാപകനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ സ്മരണാർത്ഥാണ് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അണ്ടർഗ്രൗണ്ട് മോളുണ്ട്. അപ്പോൾ മോളിൻ്റെ ഉള്ളിൽ കയറി അതിലൂടെ വേണം നമ്മൾ പള്ളിയിലേക്ക് എത്താൻ. മോളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതേപോലെ ഒരുപാട് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് എത്തും. മുപ്പത് ഏക്കറിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് കൊത്തുപണികളും ചിത്രപ്പണികളും എല്ലാം നമുക്ക് ആ ചുമരിൽ കാണാൻ പറ്റും. UAEയിൽ വരുന്ന സന്ദർശകരെല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ്. അത്രയ്ക്കുണ്ട് അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. എല്ലാ തൂണുകളിലും നിങ്ങൾക്ക് കുറേ ചിത്രപ്പണി കാണാൻ പറ്റും. അതേപോലെ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ആ കോർട്ട്യാർഡിൻ്റെ ഫ്ലോറിലേക്ക് നോക്കിയാലും നല്ല ഫ്ലോറൽ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. 80 ഡോമുകളുണ്ട് ഈ ഒരു പള്ളിക്ക്. അതിൻ്റെ 2 മിനാറുകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നാൽപ്പതിനായിരത്തിലധികം വിശ്വാസികളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്ര വലുതാണ് ഈ പള്ളി. ഇനി നമുക്ക് പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് പോവാം. അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7000+ ആണ്. 2 ചെറിയ പ്രാർത്ഥനാ ഹാളുകളുമുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 1500. അതിലൊന്നാണ് സ്ത്രീകളുടെ പ്രാർത്ഥനാ ഹാൾ. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ നമ്മളെ കാത്ത് ഒരു വിസ്മയമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓരോ ഡോമിലും വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്കുള്ള വഴി. നമുക്കകത്തേക്ക് കയറാം. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഷാൻലിയർ ആണ്. ദശലക്ഷക്കണക്കിന് സ്വരോസ്കി ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഷാൻലിയർ ആണിത്. മോസ്കിനുള്ളിൽ 7ഓളം ഷാൻലിയർ ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടഡുമാണ്. പ്രാർത്ഥന ഹാളിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലൊരു ക്ലോക്ക് കാണാൻ പറ്റും. ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലാണ് ഈ ക്ലോക്ക് ഉള്ളത്. പ്രാർത്ഥനാ സമയങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫജർ, ദുഹർ, അസർ, മഗ്രീബ്, ഈഷ എന്നിങ്ങനെ 5 പ്രാർത്ഥനാ സമയങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ മസ്ജിദിൻ്റെ അകത്തെ സൗന്ദര്യശാസ്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പ്രധാന പ്രാർത്ഥനാ ഹാളിലെ വിസ്തൃതമായ ഈ ഒരു കാർപ്പറ്റ്. വേൾഡ്സ് ലാർജസ്റ്റ് ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റ് എന്നുള്ളൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു കാർപ്പറ്റാണിത്. ഈ ഒരു കാർപ്പറ്റ് നിർമ്മിക്കാൻ 1200-ലധികം ശില്പികൾ 1 വർഷത്തിലധികം സമയമാണ് എടുത്തത്. ഈ കാർപ്പറ്റിൻ്റെ വെയിറ്റ് വരുന്നത് 35 ടൺസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എന്ത് ഭംഗിയുള്ള പള്ളിയാണെന്നറിയോ? പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ പർദ്ദ തന്നെ ധരിച്ച് ഇവിടെ കയറണം എന്നില്ല.
നിങ്ങളുടെ തലയും കൈയും കാലും ഒക്കെ കവർ ചെയ്യുന്ന എന്തൊരു ഡ്രസ്സും നിങ്ങൾക്കിടാം. പിന്നെ ഫോട്ടോന് പോസ് ചെയ്യുന്നവർ ഒരു പള്ളിയുടേതായിട്ടുള്ള അച്ചടക്കം പാലിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കും പള്ളിയും പള്ളിയുടെ വിസ്മയങ്ങളും കാണാൻ ഒരു അവസരം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Till then, take care and bye-bye.